ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കർത്താവ് യഹൂദന്മാരോടാണ് ഇത് പറയുന്നത്. യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. ഏതാണ്ട് പരസ്യശുശ്രൂഷയുടെ ആരംഭകാലമാണ്. യെരുശലേം ദേവാലയത്തിലെ ബെസയ്ദ കുളക്കടവിൽ കിടന്നതായ ഒരു പക്ഷവാത രോഗിയെ കർത്താവ് സൗഖ്യമാക്കി. അത് ശബത്ത് ദിവസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലുവാൻ, അത് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു. കർത്താവ് ചെയ്തതായ അത്ഭുത പ്രവർത്തികളെല്ലാം അവർ കണ്ടു. കർത്താവ് പറയുന്നതായ വചനം അവർ കേട്ടു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടില്ല. അവർ യേശുവിനെ കൊല്ലുവാൻ നോക്കുകയാണ്. അവർ ന്യായപ്രമാണത്തിലൂടെയാണ് യേശുവിനെ കാണുന്നത്. ശാബത്ത് ലംഘിച്ചു, തന്നെ ദൈവത്തോട് സമനാക്കി. ഇതൊന്നും അവർക്ക് വഹിക്കാവുന്ന കാര്യങ്ങളല്ല. അവർ അവനിൽ വിശ്വസിച്ചതുമില്ല. എന്നാൽ കർത്താവ് യേശു വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു. 25-ാം വാക്യം: ആമേൻ ആമേൻ, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നടക്കുന്ന കാര്യമാണ്. അല്ല, അതുകൊണ്ട് കർത്താവ് നിർത്തിയില്ല, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നതായ നാഴിക ഇപ്പോൾ വന്നിരിക്കുന്നു. നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. വളരെ വ്യക്തമായി കർത്താവായ യേശു യഹൂദന്മാരോടത് പറഞ്ഞു. അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വചനമാണ്. എന്നാൽ കർത്താവരോടത് പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. സംശയിക്കണ്ട. ആരാണ് ജീവിപ്പിക്കുന്നത്? മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നു. ആരാണ് ജീവിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവദായകമായ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല, പിതാവായ ദൈവം സ്വർഗം തുറന്ന് നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുക. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യേശുക്രിസ്തു പറയുന്നതായ വചനങ്ങൾ അത് ആത്മാവും ജീവനുമാണ്. അത് ഹൃദയത്തിലേക്ക് നമ്മൾ ഉൾക്കൊണ്ടാൽ അത് നമ്മളെ ജീവിപ്പിക്കുന്നു. നിർമ്മലമായ വചനമാണ്. പക്ഷേ അനേകർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിശ്വാസത്താൽ അനേകർക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പഴയ നിയമ ഇസ്രായേൽ, യെഹെസ്കേൽ പ്രവാചകൻ്റെ കാലം, ദൈവജനം ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്നുപോയതായ കാലം. ആ കാലത്ത് വിശ്വസ്തനായി നിന്ന പ്രവാചകനാണ് യെഹെസ്കേൽ. യെഹെസ്കേലിലൂടെ ദൈവം തൻ്റെ ജനത്തിന് വചനം കൊടുത്തുകൊണ്ടിരുന്നു. ഏതാണ്ട് 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. 37-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി. സിംബോളിക്കാണ്. എല്ലാം പ്രവാചകൻ കാണുകയാണ്. ദർശനത്തിൽ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയാണ് ദൈവം കാണിച്ചു കൊടുക്കുന്നത്. അസ്ഥികളുടെ താഴ്വര, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അടുത്ത 2-ാം വാക്യം: അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയും വരുന്നു. ആ താഴ്വരയിൽ അസ്ഥികൾ അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ആ അസ്ഥികൾ കൂനകൂനിയായി കൂടിക്കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ആത്മാവ്, യഹോവയായ കർത്താവ് യെഹെസ്കേലിനെ നടത്തി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു.
സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയാണ്. പ്രിയപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ, അവന് ചലനമുണ്ട്, അവന് ജീവനുണ്ട്, അവനെല്ലാം ആകാം, അവന് സംസാരിക്കാം. എന്നാൽ ആ ഇസ്രായേൽ ജനം പാപത്തിന് ശബളമായ മരണവരിൽ വന്നു. അവരാത്മാവിൽ മരിച്ചു. അവരിതാ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര നല്ലവനായാലും കേമനായാലും അവൻ്റെ ശരീരം ചെയ്യാൻ തുടങ്ങും. അവൻ്റെ ത്വക്കും ഞരമ്പും മാംസവും എല്ലാം ദ്രവിക്കാൻ തുടങ്ങും. അങ്ങനെ ദ്രവിച്ചു കഴിഞ്ഞാൽ ഒരു അസ്ഥിപഞ്ജരം കാണും. വീണ്ടും കാലങ്ങൾ കഴിയുമ്പോൾ ആ അസ്ഥിപഞ്ജരങ്ങൾ അതിൻ്റെ അസ്ഥികൾ ഓരോന്നായി ബന്ധം വേർപെടും. അങ്ങനെ കൂനയായി കൂടിക്കിടക്കുകയാണ്. ഒരു കാറ്റടിക്കുമ്പോൾ അകന്നുപോയ കൂനകളെല്ലാം കൂനയായി കിടക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അടുത്ത വാക്യം വായിച്ച് കിടക്കാം. 3-ാമത്തെ വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ദൈവം വലിയ ഉദ്ദേശത്തോടെയാണ് പ്രവാചകനെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. ആ അസ്ഥിയുടെ താഴ്വരയിൽ നിർത്തിയിട്ട് യഹോവയായ ദൈവം മനുഷ്യപുത്രനോട്, ഈ യഹോസ്കേൽ പ്രവാചകനോട് ചോദ്യം ചോദിച്ചു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? സഹോദരങ്ങളെ, ഇന്ന് ആത്മാവിൽ മരിച്ചവരായി, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടവരായി, മാമോദീസ റൂസ്മ നഷ്ടപ്പെട്ടവരായി, ജയകരമായ ശ്രീഭായാരുടെ രക്ഷ നഷ്ടപ്പെട്ടവരായി ഇന്ന് ആരെല്ലാം കൊണ്ടിരിക്കുന്നുണ്ട്? ബഹുഭൂരിപക്ഷവും നിരാശയിലാണ്. ബഹുഭൂരിപക്ഷവും പ്രത്യാശയില്ലാത്തവരാണ്. ജയജീവിതമില്ലാത്തവരാണ്. ഇന്നും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അറിയാം, അനേകർക്ക് ജയജീവിതമില്ല. ചടങ്ങുകളുണ്ട്, ആചരണങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ദൈവാലയങ്ങളുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അനുഭവങ്ങളില്ല, ദൈവമായുള്ള ബന്ധമില്ല, ഹൃദയത്തിൽ സന്തോഷമില്ല, ദൈവിക സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല. ആ അസ്ഥികളെക്കുറിച്ചാണ് ദൈവം പ്രവാചകനോട് ചോദിക്കുന്നത്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? നിസ്സഹായനായ മനുഷ്യൻ, പ്രവാചകൻ കൈകൾ മലർത്തി. പ്രവാചകന് മറുപടി പറയാൻ യോഗ്യനല്ല. പ്രവാചകൻ പറഞ്ഞു, യഹോവയായ കർത്താവേ, നീ അറിയുന്നു, നിനക്കെല്ലാം അറിയാം, എനിക്ക് വല്ലതും അറിയാമോ? നീ എന്നെ നാവിൽ തരുന്നതല്ലേ ഞാൻ പ്രസ്താവിക്കുന്നത്? ഞാൻ വെറും മനുഷ്യനല്ലേ, ഞാൻ വെറും കൃമിയല്ലേ? യഹോവയായ കർത്താവേ, നീ മാത്രം അറിയുന്നു. കൃത്യമായിട്ട് അവൻ പറഞ്ഞു. 4-ാമത്തെ വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം പ്രവാചകനോട് പറഞ്ഞു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. ഏറ്റവും ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഈ അസ്ഥികളോട്, നിർജീവമായ അസ്ഥികളോട്, അസ്ഥി താഴ്വരകളിൽ കൂനയായി കൂടിക്കിടക്കുന്നതായ അസ്ഥികളോട് നീ ഈ അസ്ഥികളോട് പ്രവചിച്ച് പറയുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനം അസ്ഥികൾ കേട്ടാൽ എന്തുണ്ടാകും? നീ ഈ അസ്ഥികളെക്കുറിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇനി ദൈവമായി ബന്ധം നഷ്ടപ്പെട്ടവരെ, നിങ്ങൾ ദൈവവചനം കേൾക്കുവീൻ. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധരങ്ങളിലൂടെ പൊഴിഞ്ഞു വീഴുന്ന ശബ്ദം, അത് ആത്മാവും ജീവനുമാണ്. അത് ജീവിപ്പിക്കുന്നതാണ്. ആത്മാവ് ജീവിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. അടുത്ത വാക്യം, 5-ാം വാക്യം. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് വചനം കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളേതൊരവസ്ഥയിലായാലും, ആത്മീകമായി നിങ്ങളേതൊരവസ്ഥയിലുള്ളവരായാലും, നിത്യനായ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊള്ളുക. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്കാർക്കെല്ലാം ആഗ്രഹമുണ്ട്? വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവമായുള്ള ബന്ധത്തിലേക്ക് വരണം, എനിക്ക് ആത്മാവിൽ ജീവിക്കണം, എനിക്ക് മരണം മാറണം. മരണം മാറ്റാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. എൻ്റെ കഴിവുകൾക്കോ, എൻ്റെ സ്വാധീനത്തിനോ, എൻ്റെ ഡിഗ്രിക്കോ, എൻ്റെ പദവിക്കോ, എൻ്റെ ഉദ്യോഗത്തിനോ ഒന്നിനും സാധ്യമല്ല. എന്നാൽ നിത്യനായ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിത്യനായ ദൈവമാണ് അരുളി ചെയ്യുന്നത്, ഞാൻ നിങ്ങൾ ദൈവിക ശ്വാസം വരുത്തും. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. സ്തോത്രം. നിങ്ങളെ ഞാൻ വീണ്ടും പണിയും. ഇടിഞ്ഞു പോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. എല്ലാം തകർന്നടിഞ്ഞു പോയി, എന്നാൽ ഞാൻ എല്ലാം വീണ്ടും പണിയും.
ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊരിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. പ്രിയപ്പെട്ടവർ, മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ ലൂക്കോസ് 15-ാം അധ്യായം അവനെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ വിലയേറിയതായ അങ്കി നഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ കാലിലെ ചെരുപ്പ് നഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ കൈവിരലുകളിൽ മോതിരമില്ല. ഒന്നുമില്ലാത്തവനായി പന്നികളുടെ കഴിയുന്നവനായി മുഷിഞ്ഞു നാറിയ വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവനെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ആ സ്നേഹവാനായ പിതാവ് എന്താണ് ചെയ്തതെന്ന് വായിക്കുന്നുണ്ട്. തൻ്റെ ബാല്യക്കാരെ വിളിച്ച് അവൻ്റെ മേൽത്തരമായ അങ്കി ഇടിവിപ്പീൻ, അവൻ്റെ കൈക്ക് പാകമായ മോതിരവും അവൻ്റെ കാലിലെ ചെരുപ്പും ഇടിവിപ്പീൻ എന്ന് പറയുന്നു. വലിയ വിരുന്നൊരുക്കുകയും നമുക്ക് ആഘോഷിക്കാൻ പറയുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരുന്ന ദൈവം. എല്ലാം പോയിരിക്കുന്ന ആ ജനത്തെ ദൈവം എങ്ങനെയാണ് ഉദ്ധരിക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊരിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. സ്തോത്രം. സർവശക്തനായ ഒരു ദൈവം നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കും. നിങ്ങൾ തിരിച്ചറിയാൻ ഇടയാകും. കൃത്യമായി ആത്മാവ് കൽപ്പിച്ചു. അടുത്ത വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം നാവിൽ കൊടുത്തതായ വാക്കുകൾ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രവാചകൻ വെറും ദൈവവചനം ഒഴുകി വരുന്ന കുഴലാണ്. സ്തോത്രം. നിത്യനായ ദൈവം വഹിക്കുന്ന വെറും ഒരു കഴുതയാണ്. ആ കഴുതയുടെ നാവിലൂടെ പ്രവചിച്ചപ്പോൾ, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. അകന്നു പോയതായ അസ്ഥികൾ ചേർന്ന് വരികയാണ്. പ്രിയപ്പെട്ടവർ, ഇത് മനുഷ്യരാല സാധ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അകന്നുപോയ അസ്ഥികൾ അടുപ്പിക്കുന്നത് നിത്യനായ ദൈവമാണ്. ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുതെ വചനം കേൾക്കാൻ വരരുത്. നിങ്ങൾ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ടുവരണം. നിങ്ങൾ പ്രാർത്ഥനയോടെ വരണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദിവസമായിരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വരണം. അങ്ങനെ വന്നാൽ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂകമ്പമുണ്ടാകും. നിൻ്റെ ഹൃദയത്തിൽ ഭൂകമ്പമുണ്ടാകും. അത് ആത്മാവ് വരുത്തുന്നതാണ്. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. അകന്നുപോയതായ ആത്മാക്കൾ അടുക്കും. ഈ ഭൂമിയിൽ അകന്നുപോയവരടുക്കും. അടുക്കാൻ തീരുമാനം വരും. പിന്നെ ഞാൻ നോക്കി, 8-ാം വാക്യം, പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. ഇതുവരെയും ഒരു അസ്ഥി കൂനകളായി കിടന്നിരുന്ന ആ മനുഷ്യർ ഇപ്പോൾ അവർക്ക് മാംസം വന്നു. അസ്ഥി അസ്ഥിയോട് ചേർന്നു. അവരിൽ ഞരമ്പ് വന്നു, ത്വക്ക് വന്നു, എല്ലാം പൊരിഞ്ഞു. നല്ല ഒന്നാന്തരം മനുഷ്യൻ. പക്ഷേ അവരിൽ ശ്വാസമില്ലായിരുന്നു. അടുത്ത വാക്യം, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. സ്തോത്രം. ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? അസ്ഥികളുടെ താഴ്വരയിൽ ദൈവം ഇറങ്ങി വന്നു. പ്രവാചകരിൽ ചവിട്ടി നിന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കുകയാണ്. അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അവിടേക്ക് കാറ്റടിക്കുകയാണ്. അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ഏതാണ് ഈ കാറ്റ്? അത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. ദൈവം ഊർന്നതാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് ദൈവം തന്നെയാണ്. അത് മനുഷ്യനെ ജീവിപ്പിക്കുന്നതാണ്. ഈ അസ്ഥികളെ നിർജീവരായ ആ മനുഷ്യരെ ജീവിപ്പിക്കുന്നതാണ്. ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാരുടെ മേൽ ഊതുക. വളരെ വ്യക്തമായി കൽപ്പന കൊടുത്തു. അടുത്ത വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. സ്തോത്രം. ദൈവം എന്ത് കൽപ്പിക്കുന്നു അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന പ്രവാചകൻ. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ധ്യാനിക്കുന്ന ആത്മാവേ, നിനക്ക് ശാന്തമായി വികസനീകരിക്കാമോ?
നിന്റെ ഹൃദയം തുറന്നിരിക്കാമോ? നീ കേൾക്കുന്ന വചനം നിന്റെ ഹൃദയത്തിലേക്ക് നിനക്ക് സ്വീകരിക്കാമോ? പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആര് പറയുന്നു നിങ്ങൾ നോക്കണ്ട, അവർ വെറും കഴുതകളാണ്. എന്നാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്, അത്യത്ഭുത ശക്തിയുള്ള ദൈവം, സൃഷ്ടാവായ ദൈവം. അവൻ നിങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്നു. അവൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നിങ്ങളുടെ അവസ്ഥ അറിയാം. ആ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഇന്ന് ജീവൻ തരുവാൻ ദൈവം ശക്തനാണ്, ദൈവം മതിയായവനാണ്. നിങ്ങൾക്ക് അവരുടെ അവസ്ഥ അറിയാമോ? 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അവരുടെ മനോഭാവമാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്നുള്ള ക്രിസ്തീയ സമൂഹത്തിൻ്റെ മനോഭാവം അത് തന്നെയല്ലേ പ്രിയപ്പെട്ടവര്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവരെന്താണ് പറഞ്ഞത്? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. പ്രത്യാശയ്ക്ക് വകയില്ലാത്തവരായി, ജയജീവിതമില്ലാത്തവരായി, ആ ദൈവവുമായി ബന്ധമില്ലാതെ, ആത്മീയ ആരാധനയില്ലാതെ, വിശുദ്ധ ജീവിതമില്ലാതെ, ഹൃദയത്തിൽ വിശുദ്ധിയില്ലാതെ, ഇന്ന് ചടങ്ങുകൾ മാത്രം ആചരിച്ച് ജീവിക്കുന്ന പരാജയപ്പെട്ട ക്രിസ്ത്യാനികളുടെ സമൂഹമായി നാം തീർന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അടുത്ത വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവിക വാഗ്ദത്തങ്ങൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ദൈവസന്നിധിയിൽ താണിരിക്കാമെങ്കിൽ, നിങ്ങളുടെ ഹൃദയം അവനു വേണ്ടി തുറന്നു കൊടുക്കാമെങ്കിൽ, ആത്മശരീര മനസ്സുകളെ നിങ്ങൾ ദൈവത്തിനായി തുറന്നു കൊടുക്കുമെങ്കിൽ, ദൈവത്തിന് നിങ്ങളോട് ഏൽപ്പിക്കാനുള്ളത്, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും. അടുത്ത 14-ാം വാക്യം. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്തു, നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആക്കിത്തരാമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഒരു സൗജന്യ ദാനമാണ്. ആത്മാവിനെ തരാൻ ദൈവത്തിൻ്റെ മനസ്സാണ്. പക്ഷേ ആത്മാവിനെ നിനക്ക് തന്നാൽ നീ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിന് വേണ്ടി നിൽക്കുമോ? നീ താഴ്ന്നു നിൽക്കുമോ? ഒരു കഴുതയെ പോലെ തരം താഴ്ന്നു നിൽക്കുമോ? ആ ഒരൊറ്റ വിഷയമേ ഉള്ളൂ. ദാനമായി തരാൻ ദൈവം മനസ്സാണ്. സ്വീകരിപ്പാൻ നിനക്ക് മനസ്സാണോ? നിൻ്റെ ആളത്തോട് യാത്ര പറയാൻ നിനക്ക് മനസ്സാണോ? നിൻ്റെ പ്രകൃതങ്ങളോട് യാത്ര പറയാൻ നിനക്ക് മനസ്സാണോ? ദൈവസ്നേഹി താഴാൻ നിനക്ക് മനസ്സാണോ? നീ മനുഷ്യരുടെ മുമ്പിൽ കേമനായിരിക്കും. നിനക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കും, ഡിഗ്രിയോ പദവിയോ ഉണ്ടായിരിക്കും, ഉദ്യോഗം ഉണ്ടായിരിക്കും. എന്നാൽ ദൈവസ്നേഹിയിൽ താഴാമോ? ദൈവസ്നേഹി നിനക്ക് വിനയപ്പെടാമോ? ദൈവസ്നേഹി നീ വിനയപ്പെടുമെങ്കിൽ കർത്താവ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തു, നിവർത്തിച്ചുമിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഉയർത്താം, ഞാൻ നിങ്ങളെ ഉണർത്താം, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കാം, ഞാൻ നിങ്ങളെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം തരുന്നവൻ വാഗ്ദത്തങ്ങൾ വിശ്വസനാണ്. വളരെ വ്യക്തമായി പ്രവാചകനിലൂടെ ദൈവം പ്രവർത്തിച്ചു. ഇതാ ഇസ്രായേൽ ജനം, അവർക്ക് ജീവൻ കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അവർക്ക് ജീവൻ കിട്ടി. പ്രിയപ്പെട്ടവർ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആരുടെ ജീവനുണ്ടായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൽ. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ തിരുമാർവിൽ ചാരിയിരുന്ന ഹൃദയത്തിൻ്റെ ഉൾത്തൊടുപ്പുകൾ അറിഞ്ഞവനായ യോഹന്നാൻ അപ്പോസ്തലൻ പറയും. എന്താണ് നാം യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ വായിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാദിയിൽ ദൈവത്തോടെയായിരുന്നു. സ്തോത്രം. സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വസിച്ചവനായ പുത്രൻ, മനുഷ്യപുത്രൻ. പ്രിയപ്പെട്ടവർ, അവൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? 4-ാമത്തെ വാക്യം. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. സ്തോത്രം. മനുഷ്യരെ ജീവിപ്പിക്കുവാൻ ജീവനുള്ളവനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. നിങ്ങൾ വാസ്തവമായി ശ്രദ്ധിക്കുക, നിങ്ങൾ വാസ്തവമായി നിങ്ങളത് വിശ്വസിക്കുക. എൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനേക്കാൾ വലിയവൻ ഇല്ല. പ്രിയപ്പെട്ടവർ, നിനക്ക് ജീവൻ പകരാം, നിൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ സർവ്വത്തിനും മതിയായവനായ ക്രിസ്തു അവൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അവനെ പിതാവാരെയോ അയച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവന്തയെ മുറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സ്തോത്രം.
അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിൽ കർത്താവായ യേശു വളരെ വ്യക്തമായി അന്നത്തെ സമൂഹത്തോട് കർത്താവ് വിളിച്ചു പറഞ്ഞു. 14 അധ്യായം 6 വാക്യം. യേശു അവരോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സ്തോത്രം. ഇതുപോലെ പറഞ്ഞ വേറെ ഏതെങ്കിലും വ്യക്തി ലോകത്തിലുണ്ടോ? മതങ്ങളുടെ ഭ്രാന്താലയം എന്നറിയപ്പെടുന്ന ഈ ഭാരതത്തിൽ അനേകം ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ ഇതുപോലെ വചനം കൊടുത്ത ആരുണ്ട്? എന്താണ് അവൻ പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. നാം സ്വർഗത്തിലെത്തേണ്ടവരാണ്. നാം സ്വർഗീയ പൗരന്മാരാണ്. നമ്മെ ആ സ്വർഗത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മെ സജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മെ തേജസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു സംശയിക്കണ്ട, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എല്ലാം ക്രിസ്തുവാണ്. എന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ പിതാവായ ദൈവം വച്ചിരിക്കുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. വേറെ അതോറിറ്റി ഇല്ല, വേറെ മധ്യസ്ഥനില്ല. ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. വീണ്ടും കർത്താവ് പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. സ്വർഗത്തിലെത്തുവാൻ പുത്രനിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. പുത്രനെ കൂടാതെ ഒരു മാർഗവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നത് പുത്രനായ ദൈവമാണ്. അവനാണ് വഴി, അവനാണ് വാതിൽ, അവനാണ് വാസ്തവത്തിൽ. അവനിലൂടെയാണ് നമ്മൾ കിടക്കുന്നത്. നാം അവനിൽ കിടക്കുകയാണ്. അവൻ്റെ തിരുവിലാവിനുള്ളിൽ നമ്മെ ഒളിപ്പിക്കുകയാണ്. സ്വയം നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 33 വാക്യത്തിലും കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. സ്തോത്രം. ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ വിശപ്പ് മാറ്റുവാൻ, അവൻ്റെ ദാഹം മാറ്റുവാൻ, അവൻ്റെ ക്ഷീണം മാറ്റുവാൻ അതിനുവേണ്ടി ദൈവം അയച്ചതായ പുത്രനായ ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. എനിക്ക് നിങ്ങൾക്ക് ജീവൻ തരുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു. അവനാണ് സ്വർഗത്തിൻ്റെ അപ്പം, അവനാണ് എൻ്റെ ആഹാരം, അവനാണ് ജീവൻ്റെ അപ്പം. ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, സ്വർഗീയ മന്ന ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. മരുഭൂമിയിലൂടെ നടക്കുന്ന ജനത്തിന് അവരധ്വാനിക്കാത്തതായ ആഹാര ദൈവം കൊടുത്തു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ അവരുടെ പാളയത്തിന് ചുറ്റും ഇതാ മന്ന വീണ് കിടക്കുന്നു. അവർക്ക് അധ്വാനമില്ല, അവർ വിതച്ചില്ല, കൊയ്തില്ല, അവരൊന്നും ചെയ്തില്ല, അവർക്ക് സൗജന്യമായി കിട്ടി. എന്നാൽ അതിൻ്റെ വില അവരറിയാതെ പോയി. അവരെന്ത് പറഞ്ഞ അവസാനം, ഞങ്ങൾക്ക് ഈ മന്ന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഫറവോൻ്റെ കീഴിൽ, ഞങ്ങൾ ഫറവോൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഫറവോ തന്ന ഉള്ളി, ചിറ്റുള്ളി, കിഴങ്ങ് ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇറച്ചിക്കലങ്ങളുടെ അടിയിലിരിക്കാൻ ഞങ്ങൾ മതിയാവോളം തിന്നുകയും ചെയ്ത കാര്യം ഞങ്ങൾ ഓർക്കുന്നു. മന്നായെ ത്യജിച്ചു കളഞ്ഞ ജനം, ഇന്നും സത്യവചനത്തെ ത്യജിക്കുന്ന ജനം, ഇന്നും സത്യവചനം വേണ്ട, സുഖിപ്പിക്കുന്ന വചനം, കിഴവിക്കഥകൾ കേട്ട് സന്തോഷിക്കുന്ന, കഥകൾ കേട്ട് സന്തോഷിക്കുന്ന ജനം, ആരിതിലേക്ക് ജനം മാറിപ്പോയിട്ടുണ്ടോ? ശാന്തമായി നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുമില്ല. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 35 വാക്യമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. സ്തോത്രം. തന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന യഹൂദന്മാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു പറഞ്ഞാൽ അവർക്ക് ജീവനില്ല എന്ന് അവർക്കറിയാൻ പാടില്ല. അവർ ജീവനല്ല എന്ന് അവർക്കറിയാൻ പാടില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യെരൂശലേം ദേവാലയമുണ്ട്, ഞങ്ങൾക്ക് പെരുന്നാളുണ്ട്, ഞങ്ങൾക്ക് യാഗങ്ങളുണ്ട്, ഞങ്ങൾക്ക് ചടങ്ങുകളുണ്ട്, ഞങ്ങൾ ന്യായപ്രമാണം എല്ലാം ആചരിക്കുന്നവരാണ്, ഞങ്ങൾ വളരെ പെർഫെക്റ്റാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ജീവനില്ല, നിങ്ങൾക്ക് ജീവൻ തരുവാൻ ഞാനാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവൻ വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. പാപത്തിലേക്കുള്ളതായ മോഹം നിനക്ക് വരികയില്ല, നിനക്കൊരു കാലത്തും വിശക്കുകയില്ല. എൻ്റെ അടുക്കൽ വന്നാൽ മതി, നിങ്ങൾക്കൊരു നാളും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. വീണ്ടും കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 40 വാക്യം, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ നിത്യജീവൻ, പാപം മൂലം മരിച്ചുപോയ ആത്മാവ്, നഷ്ടപ്പെട്ടു പോയ ആത്മാവ്, ആ ജീവൻ തിരികെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് അനേകർ ഓടി നടക്കുകയാണ്, അനേകരിന്ന് പലതും ചെയ്തു കൂട്ടുകയാണ്.
മലകൾ കയറുന്നവരുണ്ട്, പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, പല ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നവരുണ്ട്, ഈ ഭൂമിയിലൂടെ അലഞ്ഞും വലഞ്ഞും നടക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. സ്തോത്രം. നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ദൈവപുത്രനെ നോക്കി അവനിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവൻ കിട്ടും. യാതൊരു സംശയിക്കേണ്ട, മാറ്റമില്ലാത്ത വള്ളിപുള്ളി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. ആ യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ അരികിൽ ആ യേശു നിൽക്കുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, ആ ദൈവത്തെ മനുഷ്യൻ്റെ ഈ ദുർബലമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ? പ്രിയപ്പെട്ടവർ, അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയില്ല. സ്തോത്രം. അത് നിങ്ങൾ അനുഭവിക്കേണ്ട സത്യമാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കേണ്ട സത്യമാണ്. പുത്രനെ നോക്കിക്കൊണ്ടവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്തോത്രം. ക്രിസ്തു എന്ന നിർമ്മല പുരുഷൻ്റെ മണവാട്ടിയായി തീരാൻ ഈ ഭൂമിയിൽ ആരെല്ലാം തങ്ങളെ തന്നെ ഒരുക്കുന്നുവോ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ് എൻ്റെ യോഗ്യത? പുത്രനെ നോക്കിക്കൊണ്ട് അവനെ വിശ്വസിക്കുക. നമുക്ക് നമ്മുടെ അരികെ നിൽക്കുന്ന അദൃശ്യനായ സ്നേഹവാനായ കർത്താവിനെ നോക്കാം. കർത്താവേ, എനിക്ക് ജീവൻ തരാൻ, എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ നീ എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ സത്യമായി വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരുന്നു. ഈ ഹൃദയം ഞാൻ നിനക്കായി തുറക്കുന്നു. എൻ്റെ ആയുസ് നിനക്കായി തരുന്നു. എൻ്റെ ആത്മശരീര മനസ്സുകൂടെ നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഈ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ കുറവുകൾ തീർക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ശത്രുവിന് സ്വര അവകാശത്തെ ഞങ്ങളെ നീക്കണമേ. ഞങ്ങളെ നിന്റെ സ്വന്തമാക്കി തീർക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. മാനവും മോഹത്തോടും എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.